الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فرح المخلفون بمقعدهم خلاف رسول الله، وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله، وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. സ്നേഹം സത്യവിശ്വാസികളെ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ചൂട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ നമ്മുടെ നാട് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചൊക്കെ ഒരു മിതമായ ചൂടും തണുപ്പുമാണ് പൊതുവെ നമുക്ക് ലഭിക്കുന്നത്. എന്നിട്ടും നമ്മുടെ കാലാവസ്ഥ അത് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു.
ആ ഒരു പ്രയാസം നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ 9-ാം വർഷം തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. തബൂക്ക് യുദ്ധത്തിന് പോകുന്നത് ആ സമയത്ത് കഠിനമായ ചൂടാണ് അന്ന് മദീനയിലുള്ളത്. മദീനയുടെ കഠിനമായ ചൂട് മദീനയിലൊക്കെ പോയ ആളുകൾക്ക് മനസ്സിലാവും അവിടെയുള്ള ചൂടും തണുപ്പ് എത്രമാത്രം ഉണ്ടാവുന്നുള്ളൂ. കഠിനമായ ഒരു ചൂടിന്റെ ഒരു സമയത്താണ് തബൂക്കിലേക്ക് പോകാൻ അള്ളാഹുവിന്റെ അനുവാദം കിട്ടിയത്. തബൂക്ക് എന്നത് മദീനയിൽ നിന്ന് കുറച്ച് അകലെയാണ്. ഏകദേശം 700-ന്റെയും മുകളിൽ കിലോമീറ്റർ വരും തബൂക്കിലേക്ക്. ഇന്നത്തെ സൗകര്യമില്ല. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തെ ഭേദിച്ചുകൊണ്ടവർക്ക് പോകേണ്ടതുണ്ട്. എല്ലാവർക്കും വാഹനമില്ല. വളരെ പ്രയാസപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന ഒരു സമയത്തുമാണ് ആ യുദ്ധത്തിന് പുറപ്പെടേണ്ടി വന്നത്. ചില ആളുകൾക്ക് ഒട്ടകമുണ്ട്, ആ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നു. ചില ആളുകൾ ഒരു ഒട്ടകത്തിന്മേൽ 3 ആളുകളെ മാറി മാറി കയറിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഒരാൾ കയറുമ്പം 2 പേരെന്ത് ചെയ്യും, നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്ത ഒട്ടകപ്പുറത്തും ഒട്ടകത്തിനും ആ വാഹനത്തിൽ കയറാനും 3 പേരുണ്ടായിരുന്നു. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബൂ ലുബാന റളിയല്ലാഹു അൻഹു, ഇവരായിരുന്നു റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹി ഒട്ടകപ്പുറത്ത് വാഹനത്തിൽ കയറിയാൽ മറ്റു 2 പേരും നടക്കും. അലി റളിയല്ലാഹു അൻഹു വാഹനത്തിൽ കയറുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ ലുബാനയും നടക്കും. അങ്ങനെ മാറിക്കൊണ്ടായിരുന്നു അവർ തബൂക്കിലേക്ക് ഏകദേശം 750-800 കിലോമീറ്റർ ദൂരത്ത് മണലാരണ്യത്തിലൂടെ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യം, തീക്കനലായി മാറുന്ന മണലാരണ്യത്തിലൂടെ. മറ്റു ചിലരുടെ അവസ്ഥ അവർ നടക്കുകയായിരുന്നു. ഇത്രയും കിലോമീറ്റർ ആ മരുഭൂമിയുടെ മദീനയുടെ ചൂടിനെ വെല്ലുന്ന രീതിയിൽ നടക്കണമെങ്കിൽ എത്രമാത്രം കഠിനമായിരിക്കും ആ ചൂട്, എത്രമാത്രം പ്രയാസകരമായിരിക്കും ആ ചൂട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ സമയത്ത് കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ തബൂക്കിലേക്ക് പോകാതിരിക്കാൻ അവർ മാറി നിന്നു. ഞാൻ ആമുഖമായി ഇവിടെ ഓതി കേൾപ്പിച്ച ആ ആയത്ത്, തൗബയിലെ ആ ആയത്ത് അതുമായി ബന്ധപ്പെട്ടതാണ്. കപടവിശ്വാസികൾ പറഞ്ഞു, ഇത്ര കഠിനമായ ചൂടിലോ ഒന്ന് മാറ്റിവെച്ചൂടെ, ഒന്നപ്പുറത്തേക്ക്, ഒന്ന് ചൂടുകാലം കഴിഞ്ഞ് ഒരു സമയം അല്പം മാറ്റിവെച്ചുകൂടെ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട്, പിന്നീട് പോയാൽ പോരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ വാക്കും അതിന് കൊടുത്ത മറുപടിയും സൂറത്തുൽ തൗബയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫരിഹൽ മുഖല്ലഫൂൻ ബിമഖഅദിഹി ഖിലാഫ റസൂലില്ലാഹ്, നബിയോടൊപ്പം പോകാതെ പിന്നിൽ നിന്ന ആളുകൾ അവർ സന്തോഷിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തബൂക്കിലേക്ക് പോകാതെ പിന്തിച്ചു നിന്ന ആളുകൾ എന്ത് ചെയ്തു, അവർ സന്തോഷിച്ചു. ഫരിഹൽ മുഖല്ലഫൂൻ, മാറി നിന്ന ആളുകൾ എന്ത് ചെയ്തു, സന്തോഷിച്ചു. വകരിഹു, അവർ വെറുക്കുകയും ചെയ്തു. അൻ യുജാഹിദു ബി അംബാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്, തങ്ങളുടെ സമ്പത്ത് കൊണ്ടും തങ്ങളുടെ ദേഹം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, വിനിയോഗിക്കാൻ, പോരാടാൻ അവർ വെറുക്കുകയും ചെയ്തു. വഖാലു, അവർ പറയുകയുമുണ്ടായി, ഈ ആളുകൾ പറയുകയുമുണ്ടായി, ലാ തൻഫിറു ഫിൽ ഹർ, നോക്കേ ഈ ചൂടിൽ നിങ്ങൾ പുറപ്പെടരുത് കേട്ടോ,
എന്ന് അവർ പല ആളുകളോട് ഇങ്ങനെ പറഞ്ഞു നോക്കി. ഈ മുനാഫികളായിട്ടുള്ള ആളുകൾ, അതികഠിനമാണ് ചൂട്, ഈ ചൂടിൽ തബൂക്കിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ കഷ്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ പോകരുത് ട്ടോ എന്ന് എന്ത് ചെയ്ത് ഈ മുനാഫികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു നോക്കി. ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്ക അവർക്ക്. ആർക്ക്? ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്ക്. നാറു ജഹന്നമ അശദ്ദു ഹറാ, ജഹന്നമിന്റെ തീ ഈ ചൂടിനേക്കാളും അതികഠിനമായിരിക്കും എന്ന് ഈ കപട വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ലൗ കാനൂ യഫ്ഖഹൂൻ, ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളത്. എന്ത് കാര്യം? നരകത്തിന്റെ തീയിന്റെ ചൂടുണ്ടല്ലോ, ആ ചൂട് ഈ ചൂടിനേക്കാളും, ഈ വെയിലിൽ കൊള്ളുന്ന ചൂടിനേക്കാളും അതികഠിനമായിരിക്കും എന്നുള്ളത് മഹാനായ അബൂദറുൽ ഗിഫാരിയുടെ ആ യാത്ര ചരിത്രത്തിൽ ഹൃദയസ്പർശ്യമായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം യാത്ര പുറപ്പെടുക, തന്റെ ഒട്ടകപ്പുറത്ത് കയറി യാത്രാ വിഭവങ്ങളൊക്കെ ഒട്ടകപ്പുറത്ത് കയറ്റി അദ്ദേഹം യാത്ര പുറപ്പെടുന്ന സമയത്ത് ഈ ദാഹം, ക്ഷീണം കാരണം ഈ ഒട്ടകം നടക്കാതായി. ഒട്ടകത്തിന് ഒരടി പോലും മുന്നോട്ടു പോകാൻ കഴിയണില്ല. അവസാനം ഈ ഒട്ടകത്തെ ഉപേക്ഷിച്ച് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തന്റെ ആ പാണ്ഡം തന്റെ സ്വന്തം ചുമലിലേറ്റി അദ്ദേഹം മരുഭൂമിയിലൂടെ അങ്ങ് നടക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കൂടെ എത്തിപ്പെടാൻ അബൂദറുൽ ഗിഫാരിക്ക് കഴിയണില്ല. ഈ പൊള്ളുന്ന മണലാരണ്യത്തിലൂടെ നീങ്ങുകയാണ്. അബൂദറുൽ ഗിഫാരി ഏറ്റവും പിറകിലായിക്കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവരുടെ പിറകിൽ ഇങ്ങനെ വരുന്ന അബൂദറുൽ ഗിഫാരിയെ പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂദർ, അള്ളാന്റെ മാർഗത്തിൽ എത്ര കൊടും ചൂടിലാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ പുറപ്പെടുന്നത്. അബൂദർ ഒറ്റയ്ക്ക് ജീവിക്കൂട്ടോ, ഒറ്റയ്ക്ക് മരിക്കും, ഒറ്റയ്ക്കായിരിക്കും അള്ളാന്റെ അടുക്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറുൽ ഗിഫാരിയെ കുറിച്ച് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് അത്രക്കും കഠിനമായ ആ ചൂടായിരുന്നു ആ ചൂട്. ഇന്ന് നോക്കും, ഇന്ന് നമ്മുടെ ചൂട് കൂടിക്കൂടി വരിക. ഈ ചൂടിൽ നമുക്ക് സഹിക്കാൻ കഴിയണില്ല. നമുക്ക് ചൂടിനെ വല്ലാതെ ചൂട് പ്രയാസപ്പെടുത്തുന്നു. ഈ ദുനിയാവിലെ ചൂടും നരകത്തിന്റെ ചൂടും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ടെന്നറിയാം. നമ്മുടെ ഈ ദുനിയാവിൽ ഒരു തീ കത്തിച്ച് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ചൂട് കൊണ്ട് ആ ചൂടിന്റെ 70 ഇരട്ടി കാഠിന്യമുണ്ട് നരകത്തിന്റെ തീയിനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്. അത്രക്കും ശക്തമായിരിക്കും എന്ത് നരകത്തിന്റെ ചൂട് എന്നുള്ളത്. നരകത്തിന്റെ ചൂടിൽ ഏറ്റവും കുറഞ്ഞ ചൂട് ഏതാണെന്നറിയോ? ഏറ്റവും കുറഞ്ഞ ചൂട് ഒരു ചൂടുള്ള ചെരുപ്പ് ധരിപ്പിക്കുകയാണ്. ആ ചൂടുള്ള ചുട്ടുപൊള്ളുന്ന ആ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ തലച്ചോറ് ഇങ്ങനെ തിളച്ചു മറിയും. കാലിൽ ധരിക്കുമ്പോ മുകളിൽ തലച്ചോറ് എന്ത് ചെയ്യാണ്? തിളച്ചു മറിയാൻ. ഇത്രമാത്രം കഠിനമായിരിക്കും ആ ചൂട്, ഇത്രമാത്രം കഠിനമായിരിക്കും ആ ചൂട്. നരകത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആനും ഹദീസും നമുക്ക് വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഒന്ന്, അതികഠിനമായ ചൂടാണ് നരകത്തിനുള്ളത്. ഏറ്റവും കുറഞ്ഞ ചൂടിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, കഠിനമായ ചൂട്. രണ്ടാമത്തെ ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ കഠിനമായ തണുപ്പാണ്. കഠിനമായ തണുപ്പ് അതും നരകത്തിന്റെ ഒരു ശിക്ഷയാണ്. കൈവെള്ളയിൽ ഒരു ഐസ് വെച്ച് നോക്ക്, എത്ര സമയം വരെ നമ്മളത് പിടിക്കും? അതിനേക്കാളും കഠിനമായ തണുപ്പായിരിക്കും, ഫ്രീസായിരിക്കും എന്ത് പിന്നെ നരകത്തിന്റെ തണുപ്പ് എന്ന് പറഞ്ഞാൽ. രണ്ടും എന്താണ്? ശിക്ഷയാണ്. രണ്ടുമായാലും സഹിക്കാൻ എന്ത് ചെയ്യില്ല, ഒരാൾക്കും എന്ത് ചെയ്യില്ല, കഴിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇസ്തഖത്തിൻ നാറു ഇലാ റബ്ബിഹ. ഒരിക്കൽ നരകം തന്റെ റബ്ബിനോട് ആവലാതിപ്പെടുകയാണ്, പരാതിപ്പെടുകയാണ്. എന്താ പരാതി ബോധിപ്പിക്കുന്നത്? യാ റബ്ബേ അക്കല ബഅ്ദിൻ ബഅ്ദൻ, എന്റെ ഒരംശം മറ്റൊരംശത്തെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അത്രക്കും ചൂടാണ് നരകത്തിന്, അത്രക്കും ചൂടാണ് നരകത്തിന് എന്നുള്ളത്. ഫഅദിന ലഹാ ബിനഫ്സൈനി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല 2 ശ്വാസം എടുക്കാൻ നരകത്തിന് അനുവാദം കൊടുക്കുക. 2 ശ്വാസം എടുക്കാൻ. അതിൽ ഒന്നാമത്തെ ശ്വാസം എന്താ? നഫ്സി ഫിശ്ശിതാ, തണുപ്പ് കാലത്തെ
ശൈത്യകാലത്തെ ഒരു ശ്വാസം. രണ്ടാമത്തെ നഫ്സി ഫി സ്വൈഫി, വേനൽകാലത്ത് ഒരു ശ്വാസം എടുക്കും. എന്ത്? നരകം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫശദ്ദമാ തജിദൂന മിനൽ ഹർറ്, അതിനാൽ നിങ്ങൾ അനുഭവിക്കുന്ന ശക്തമായ ഈ ചൂടുണ്ടല്ലോ, ഈ ചൂട് നരകത്തിന്റെ ആ ഒരു ശ്വാസമാണ്, നരകത്തിന്റെ ഒരു ശ്വാസമാണ്. വശദ്ദമാ തജിദൂന മിൻ സംഹരീർ, നിങ്ങൾ അനുഭവിക്കുന്ന ശക്തമായ തണുപ്പുണ്ടല്ലോ, അതിശക്തമായ കൊടിയ തണുപ്പ്, ആ തണുപ്പും ആ നരകത്തിന്റെ ഒരു ശ്വാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നരകം എന്നാൽ കേവലം ഒരു തീ മാത്രമല്ല, സഹിക്കാനാവാത്ത കൊടും തണുപ്പും നരകത്തിന്റെ ശിക്ഷാമുറകളിൽപ്പെട്ടതാണ്, അതിനാൽ തന്നെ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ അള്ളാഹുവിനെ ഓർക്കാനുള്ള അവസരമായിട്ടാണ് നമ്മൾ ഇസ്ലാം എന്തെന്ന് പഠിപ്പിക്കുന്നത്. മഹാനായിട്ടുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ കൂട്ടുകാരുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കഠിനമായ ചൂട് അവർക്ക് അനുഭവപ്പെടുകയാണ്. അവരുടെ യാത്രയിൽ പൊള്ളുന്ന ചൂട്, വെയിലത്ത് പോവുകയാണ്, പൊള്ളുന്ന ചൂട് അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ ഫഖാലു, കൂട്ടുകാരെ അദ്ദേഹത്തോട് പറയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയായിട്ടുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് പറയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ലവിസ്തളിൽന, നമ്മൾ ഒന്ന് തണലിലേക്ക് നിന്നാലോ, നമ്മൾ അല്പം ഒന്ന് തണലിലേക്കൊന്ന് നിന്നാലോ, കാരണം കഠിനമായ ചൂടാണല്ലോ അനുഭവിക്കുന്നത്. ആ സമയത്ത് ആളുകൾ, കൂട്ടുകാര് അവർ തണലിലേക്ക് മാറി നിന്നു. ഫനസലു ഫിദ്ദുല്ലി, അവർ തണലിലേക്ക് എന്ത് ചെയ്ത് മാറി നിന്ന്. ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് കരയാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്ന സമയത്ത് ബുഖാൻ ഷദീദൻ, കഠിനമായ കരച്ചിൽ ഇങ്ങനെ കരയാണ്. ആ സമയത്ത് അവർ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ മാ യുബ്ഖീക, എന്തിനാ താങ്കൾ ഇങ്ങനെ കരയുന്നത്? ആ സമയത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയാണ്, ഹാദാ ഹർറുദ് ദുനിയ, നോക്കൂ, ഇത് ദുനിയാവിന്റെ ചൂടാണ് ഈ ചൂട്. ലാ നസ്ബിറു അലൈഹി, ഈ ചൂട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണില്ല, സഹിക്കാൻ കഴിയണില്ലല്ലോ, ഈ ചൂട് പോലും നമുക്ക് സഹിക്കാൻ കഴിയണില്ല. ഫകൈഫ ബിഹർരി ജഹന്നം, പിന്നെ എങ്ങനെ നമ്മൾ നരകത്തിന്റെ ചൂട് സഹിക്കും? നരകത്തിന്റെ ചൂട് നമ്മൾ എങ്ങനെ സഹിക്കും എന്നുള്ളതാണ്. ഈ ദുനിയാവിന്റെ ചൂട് നമുക്ക് കഴിയണില്ല. എന്നിട്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയാണ്, തദക്കറതു ഖൗലല്ലാഹി തആല, ഞാൻ അല്ലാഹുവിന്റെ ആയത്ത് ഞാൻ ഇങ്ങനെ ഓർത്തുപോയി, ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ. അല്ലാഹ് പറഞ്ഞല്ലോ, എന്ത്? ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ. സ്വർഗത്തെ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതാണ്, അല്ലാഹ് പറഞ്ഞ സ്വർഗത്തെ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതാണ്, അവർക്ക് കഠിനമായ വെയിലോ സൂര്യന് ചൂടോ അല്ലെങ്കിൽ കഠിനമായ തണുപ്പോ അവർക്ക് അനുഭവിക്കേണ്ടി വരികയില്ല. എന്നാൽ നരകത്ത് എന്തുണ്ട്? നരകത്തിൽ ഇത് രണ്ടും ഉണ്ടല്ലോ എന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ത് ചെയ്ത് ഓർത്തുപോയത്. എങ്ങനെ പിന്നെ സഹിക്കും നമ്മൾ ഈ ദുനിയാവിന്റെ നരകത്തിന്റെ ചൂട്? ഇതുപോലും, ഇവിടത്തെ ചൂട് പോലും നമുക്ക് സഹിക്കാൻ കഴിയണില്ലല്ലോ. സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കും, ഇവിടെ ഒരല്പം നമുക്ക് ചൂട് കൂടിയ സമയത്ത് നമുക്ക് സഹിക്കാൻ കഴിയണില്ലല്ലേ? അല്ലേ? വീട്ടിൽ ചെന്നാലും നമുക്ക് ചൂടാണ്, എവിടെ പോയാലും നമുക്ക് ചൂടാണ്. വണ്ടിയിലെ AC തണുപ്പ് നമുക്ക് പോരാ, വീട്ടിലെ AC തണുപ്പ് നമുക്ക് പോരാ, പള്ളിയിലെ AC തണുപ്പ് നമുക്ക് എന്ത് ചെയ്യാം, പോരാ. കാരണം സഹിക്കാൻ കഴിയണില്ല. എങ്ങനെ സഹിക്കും നരകത്തിന്റെയൊക്കെ ചൂട്? എത്രമാത്രം കഠിനമായിരിക്കും. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ദുനിയാവിന്റെ ജീവിതത്തിലെ ഭൗതികമായ ഈ പ്രതിഭാസങ്ങളെ പരലോകവുമായി ചിന്തിക്കുകയാണ്, തട്ടിച്ചു നോക്കുകയാണ്, ബന്ധിച്ചു നോക്കണം. അദ്ദേഹം നമുക്കുണ്ടാവേണ്ട എങ്ങനെയുള്ള ചിന്തകൾ? ഈ ദുനിയാവിന്റെ ഈ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഇങ്ങനെ മാറുമ്പം, അത് അനുഭവിക്കുമ്പം നമ്മൾ തട്ടിച്ചു നോക്കേണ്ടത് എങ്ങോട്ടാണ്? നാളെ പരലോകത്തേക്കാണ്. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന് അല്പം ഒരു തണുത്ത വെള്ളം അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തു. തണുത്ത വെള്ളം അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്ത സമയത്ത്, അത് വായിലേക്ക് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് സൂറത്തുൽ അഅറാഫിന്റെ 50-ാമത്തെ വചനം. 50-ാമത്തെ വചനം എന്താ? സൂറത്തുൽ അഅറാഫിന്റെ 50-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വനാദ അസ്ഹാബുൻ നാരി അസ്ഹാബുൽ ജന്ന,
നരകത്തിന്റെ ആളുകള് സ്വർഗത്തിന്റെ ആളുകളെ വിളിക്കുകയാണ്. നരകത്തിലുള്ള ആളുകള് തൊട്ടപ്പുറത്തുള്ള സ്വർഗത്തിന്റെ ആളുകളെ വിളിച്ച് പറയാണ്, അന്നഫീലു അലൈനാ മിനൽ മാ, അന്നഫീലു അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ ഉപജീവന മാർഗമോ ഞങ്ങളിലേക്കൊന്ന് ഒഴുക്കി തരുമെന്ന് നരകത്തിന്റെ ആളുകൾ ചോദിക്കുകയാണ് സ്വർഗവാസികളോട്. അല്ലാഹ് നിങ്ങൾക്ക് തന്നിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ റിസ്ക് ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കൊന്ന് കുറച്ച് തരുമോ എന്ന് കെഞ്ചുന്ന ഒരു രംഗം എന്ത് ചെയ്യുന്നുണ്ട്? സൂറത്തുൽ അഅറാഫിന്റെ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ സമയത്ത് സ്വർഗവാസികൾ അവരോട് തിരിച്ചു പറയാണ്, ഖാലു ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവ രണ്ടും, ഈ വെള്ളവും ഈ റിസ്ക്കും സത്യനിഷേധികൾക്ക് അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തരാൻ പറ്റൂലട്ടോ, അതുകൊണ്ട് തരാൻ പറ്റൂലട്ടോ. മഹാനായ ഹസനുൽ ബസരി ഈ ആയത്ത് ഓർത്തിങ്ങനെ കരയാണ്. ഈ ആയത്ത് ഓർത്ത് കരയാണ്. നരകവാസികൾ അവിടെ അനുഭവിക്കുന്ന പ്രയാസം എത്രമാത്രമായിരിക്കും എന്നുള്ളത് നോക്കൂ. ദുനിയാവിലെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ ഒന്ന് തട്ടിച്ചു നോക്കണ്ടേ? ദുനിയാവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ടല്ലോ, തണുപ്പും വെള്ളവും എല്ലാം ആസ്വദിക്കുന്നുണ്ട്. ദുനിയാവിന്റെ ഒരുപാട് പ്രതിഭാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ, വെയിലും ചൂടും തണുപ്പും എല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് പരലോകത്തേക്ക് നമ്മളിങ്ങനെ ബന്ധിപ്പിച്ചു നോക്കുക. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ നമ്മൾ അല്പം പ്രയാസത്തിലൊക്കെ തന്നെയാണ്. ഈ പറയുന്ന ഞാനാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മുടെ കുടുംബമാണെങ്കിലും ചൂട് കൊണ്ട് പൊള്ളുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ഈ ചൂടിനെയൊക്കെ കുറയ്ക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അല്പം ഒരു ശമനം കിട്ടാനോ അല്ലെങ്കിൽ ചെറിയൊരു ആശ്വാസത്തിനോ അല്പശമനം കിട്ടുവാനോ നമുക്ക് ചെറിയ മാർഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നെങ്കിൽ ഫാൻ ഇട്ടാൽ മതി, ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ കൂളർ ഉപയോഗിക്കാം നമുക്ക്, അല്ലെങ്കിൽ AC ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തണലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കയറി നിൽക്കാം. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ നാളെ പരലോകത്ത് നേരിടുന്ന ചൂടിനെ തണുപ്പിക്കാൻ നമ്മൾ എന്ത് മാർഗം നമ്മൾ കണ്ടെത്തിയത്? എന്ത് മാർഗമാണ് നമ്മൾ കണ്ടെത്തിയത്? ഈ ദുനിയാവിലെ ചൂടിനെ കുറയ്ക്കാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുക, തപ്പി വെക്കുക. പലതും നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്, കണ്ടെത്തുകയാണ്. എന്തിന്? ഈ ചൂട് എങ്ങനെ കുറക്കാം എന്നുള്ളത്. പക്ഷേ നാളെ പരലോകത്ത് അനുഭവിക്കുന്ന ഒരു ചൂടുണ്ടല്ലോ, എത്രമാത്രം കഠിനമായിരിക്കും നാളെ പരലോകത്തിന്റെ ചൂട്. യൗമുൽ ഖിയാമയിൽ നിൽക്കുന്ന നരകത്തേക്ക് എത്തുന്നതിന് മുമ്പുള്ളൊരു നൃത്തമുണ്ടല്ലോ, നരകത്തേക്കോ സ്വർഗത്തേക്കോ പോകുന്നതിന് മുമ്പുള്ളൊരു നൃത്തം മഹ്ശറയിൽ. അവിടെ ഉള്ളൊരു ചൂടുണ്ടല്ലോ, എന്തായിരിക്കും ആ ചൂടിന്റെ കാഠിന്യം? എങ്ങനെ ആ ചൂടിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും? ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തുദ്ന അശ്ശംസു, സൂര്യൻ ഇങ്ങനെ അടുപ്പിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മിനൽ ഖൽഖി യൗമുൽ ഖിയാമ. അന്ത്യദിനത്തിൽ സൃഷ്ടികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ ഇങ്ങനെ അടുപ്പിക്കും. ഹത്താ തകൂനു മിൻഹും മിഖ്ദാരി മീൽ, ഒരു മീൽ വ്യത്യാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂര്യൻ ഇങ്ങനെ അടുപ്പിക്കുന്ന. എന്താ ഒരു മീൽ എന്ന് പറഞ്ഞാൽ? ഒരു മീൽ വ്യത്യാസത്തിൽ എന്ത് ചെയ്യും? സൂര്യൻ അടുപ്പിക്കുന്ന. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ 2 അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഒരു മീൽ എന്ന് പറഞ്ഞാൽ സാധാരണ അറബികൾ ഉപയോഗിക്കാറുള്ള ഒരു അളവ്, ഡിസ്റ്റൻസ്, ദൂരം, അതാണ് മീൽ എന്ന് ഉപയോഗിക്കുക. അതായത് ഒരു 1.6 മുതൽ 2 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിനാണ് ഒരു മീൽ എന്നെന്ത് ചെയ്യുക അറബികൾ സാധാരണ ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ ഒരു 2 കിലോമീറ്റർ അടുത്തേക്ക് ഒരു സൂര്യൻ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും അവസ്ഥ? ലക്ഷങ്ങൾ കിലോമീറ്റർ ഉയരത്തിലുള്ള സൂര്യന്റെ ചൂട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണില്ല, താങ്ങാൻ കഴിയണില്ല. അങ്ങനെയെങ്കിൽ 2 കിലോമീറ്റർ അടുക്കലേക്ക് ഈ സൂര്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തിയാൽ, നമ്മളിലേക്ക് അടുപ്പിച്ചാൽ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ചൂട് നമ്മൾ അനുഭവിക്കും. രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്നുള്ളത്, ഈ കണ്ണിൽ സുറുമയിടുന്ന കോലിന് മീൽ എന്ന് പറയുന്ന, കണ്ണിൽ സുറുമയിടുന്ന കോലിന് മീൽ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ തലക്ക് മുകളിലായിരിക്കും ഈ സൂര്യൻ, തലക്ക് മുകളിലായിരിക്കും സൂര്യൻ. മഹാനായ ഇമാം നബവി റഹിമുള്ള അദ്ദേഹം പറഞ്ഞു, മീൽ എന്നത് കൃത്യമായി നമുക്കറിയില്ല എങ്കിലും, ഇതിലേതാണെന്ന് കൃത്യമായി നമുക്കറിയില്ല എങ്കിലും സൂര്യൻ അടുത്തായിരിക്കും എന്നുള്ളത് എന്താണ്, നമുക്ക് ഉറപ്പാണ്. സൂര്യൻ അടുത്തായിരിക്കും, അതിന്റെ ചൂടും എത്രമാത്രമായിരിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, ഫയകൂനു നാസ് വലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖ്, വിയർപ്പിൽ
ആളുകൾ, ജനങ്ങൾ അവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിക്കും. ഫമിൻഹും മയ്യകൂനു ഇലാ കഅബൈൻ, ചില ആളുകൾ നെരിയാണി വരെ മുങ്ങിയിരിക്കും, ചില ആളുകൾ കാൽമുട്ട് വരെ മുങ്ങിയിരിക്കും, ചില ആളുകൾ അരഭാഗം വരെ, നടുവരെ എന്ത് ചെയ്യും മുങ്ങിയിരിക്കും, ചില ആളുകൾ വായ വരെ എന്ത് ചെയ്യും മുങ്ങിയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്കുമായിരിക്കും ആ ചൂട് എന്നുള്ളത്. എങ്ങനെ താങ്ങാൻ കഴിയും നമുക്ക്? എങ്ങനെ അനുഭവിക്കാൻ കഴിയും നമ്മൾ? അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നാളെ പരലോകത്തേക്ക് തട്ടിച്ചു നോക്കിയിട്ട് നാളെ പരലോകത്തിന്റെ ചൂട് കുറക്കാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മാർഗങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, നാളെ മഹ്ശറിൽ നിൽക്കുമ്പോഴുള്ള ചൂട് അതികഠിനമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ആ മഹ്ശറ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 7 വിഭാഗം ആളുകൾ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർക്കവിടെ തണുപ്പുണ്ട്, തണലുണ്ട്, കുളിരുണ്ട്, സുഖമുണ്ട്. ഈ 7 വിഭാഗം ആളുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്അത്തുൻ, 7 വിഭാഗം ആളുകൾ, യുളില്ലുഹുമുല്ലാഹു ഫി ളില്ലിഹി, അല്ലാഹു തന്റെ പ്രത്യേകമായ തണലിൽ ഈ 7 വിഭാഗത്തെ ഉൾപ്പെടുത്തുക. ആ ദിവസത്തിന്റെ പ്രത്യേകത യൗമൻ ലാ ളില്ല ഇല്ലാ ളില്ലിഹി, അന്ന് അള്ളാഹുവിന്റെ ആ തണലല്ലാതെ വേറൊരു തണലില്ല. അള്ളാഹുവിന്റെ തണലല്ലാതെ വേറൊരു തണലില്ലാത്ത ആ ദിവസത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായിട്ടുള്ള ഒരു തണല് കൊടുക്കുകയാണ്, ഒരു സുഖം കൊടുക്കുകയാണ്, ഒരു തണുപ്പ് കൊടുക്കുകയാണ്, ഒരു കുളിര് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ മഹ്ശറിൽ സൂര്യ ഇവിടെ നിൽക്കണമെന്നുള്ളത്. ഓരോരുത്തരുടെയും അവസ്ഥ എങ്ങനെയാ പറഞ്ഞല്ലോ. ആ സമയത്ത് 7 വിഭാഗം ആളുകൾക്കാണ് തണുപ്പ് കിട്ടുന്നത്, തണല് കിട്ടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാമുൻ അൽ-ആദിൽ, നീതിമാനായ ഭരണകർത്താവാണ് അതിൽ. അറിയാം, വിശദീകരിക്കണില്ല. രണ്ടാമത് ശാബുൻ നശഅ ഫി ഇബാദത്തില്ല, യുവാവ്, അവന്റെ യുവത്വം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിച്ചു കൂട്ടിയെന്നല്ല. ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ യുവത്വം, യൗവനം അള്ളാഹുവിന്റെ ഇബാദത്തിൽ കഴിച്ചു കൂട്ടി എന്നുള്ളതാണ്. നല്ല ചുറുചുറുക്കുള്ള സമയമായിരുന്നു, നല്ല പ്രസരിപ്പുള്ള സമയമായിരുന്നു, വളരെ ആകർഷണീയമായിരുന്ന ഘട്ടമായിരുന്നു. മനസ്സ് ആഗ്രഹിക്കുന്നിടത്തേക്ക് തന്റെ ശരീരത്തെ എത്തിക്കാനുള്ള കഴിവും പ്രാപ്തിയും ബലവും ശക്തിയുമുള്ള ഒരു ഘട്ടമായിരുന്നു. ആ ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടും, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായിട്ടും തന്റെ മനസ്സിന് തോന്നിയ പോലെ ജീവിക്കാതെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആ യുവത്വം വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ യുവത്വം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, അവർക്ക് അള്ളാന്റെ ആ പ്രത്യേകമായിട്ടുള്ള തണുപ്പുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൂന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലുൻ ഖൽബുഹു മുഅല്ലഖൻ ഫിൽ മസാജിദ്, മനുഷ്യൻ, ഒരാളുടെ ഹൃദയം അത് പള്ളിയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുക എന്നുള്ളതാണ്. ബന്ധപ്പെട്ട് കിടക്കുക, പള്ളിയോട് പ്രത്യേകം ഒരു ഇഷ്ടം തോന്നുക, നമസ്കാരത്തിലേക്ക് വരുവാൻ പ്രയാസപ്പെട്ടിട്ടല്ല, ഇടങ്ങേറായി വരില്ല പള്ളിക്ക്, നമസ്കാരത്തിലേക്ക് ഇഷ്ടപ്പെട്ട് പള്ളിയിലേക്ക് വരിക, പള്ളിയെ ഇഷ്ടപ്പെട്ട് വരിക, പള്ളിയോടുള്ള പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ പള്ളിയുമായിട്ട്, ഇനി പള്ളിയിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെയും പള്ളിയിലേക്ക് വരണം എന്ന് തോന്നിക്കുന്ന ഒരു മനസ്സ്, പള്ളിയെ ആകർഷിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹു എന്ത് ചെയ്യും? തണലിട്ട് കൊടുക്കുന്ന. നാലാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലുൻ തഹാബാ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന 2 ആളുകൾ.
ആദർശത്തിന്റെ വിഷയത്തിൽ പരസ്പരം നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ആദർശത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടുന്നതും തിരിഞ്ഞു പോകുന്നതും നിങ്ങൾ എന്തിനായിരിക്കണം? അള്ളാഹുവിന്റെ ഇഷ്ടത്തിനായിരിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും ആദർശ ബന്ധം അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാണ്? തണലിട്ട് കൊടുക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ, ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള കുടുംബ മഹിമയുള്ള പ്രഭാവമുള്ള ഒരു പെണ്ണ് ആരോരുമില്ലാത്ത സമയത്ത്, രഹസ്യമായ സമയത്ത്, ഒരാരും കാണാത്ത സമയത്ത് ഒരാളെ തന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, തെറ്റിന് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് ഈ ആള് പറയാണ്, എന്ത്? ഇന്നി അഖാഫുല്ലാ, ഞാനില്ലട്ടോ പെണ്ണെ, ഞാൻ അള്ളാഹിനെ പേടിക്കുന്നുണ്ട് ട്ടോ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അസീസിന്റെ പത്നിയോട് പറഞ്ഞ വാക്ക്, അത് പറയാൻ, തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇന്നത്തെ കാലഘട്ടം ആലോചിച്ച് നോക്കി. തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഇന്ന് നമ്മുടെ മുമ്പിൽ വിശാലമാണ്. അപ്പം പറയാൻ കഴിയണം, ഇന്ന് അഖാഫുള്ള, എനിക്ക് അള്ളാഹിനെ പേടിയട്ടോ. നോക്കാൻ പറ്റാത്തടത്തേക്ക് നോക്കുന്ന സമയത്ത് ഇന്നി അഖാഫുള്ള, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഇന്നി അഖാഫുള്ള എന്ന് പറഞ്ഞ് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ആ തണലും കുളിരും. ആറാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ഒരാൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാണ്, സമ്പത്ത് ചെലവഴിക്കാണ്, സ്വതക്ക ചെയ്യാണ്. പക്ഷെ ആ സ്വതക്ക ചെയ്യുന്ന ആരും കാണാതെ, ആരോരും അറിയാതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പദം പ്രയോഗിച്ചത് എങ്ങനെയെന്നറിയോ? ആ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും എന്ത് ചെയ്യണില്ല, അറിയണില്ല. എന്ന് വെച്ചാൽ ആരും അറിയണം. വേറൊരാളും, തൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ സുഹൃത്തോ, തൻ്റെ ഭർത്താവോ, തൻ്റെ വീട്ടുകാരോ ആരും അറിയാതെ, കുടുംബം അറിയാതെ, ഒരാളും അറിയാതെ രഹസ്യമായിട്ട് നിങ്ങൾക്ക് ധർമ്മം ചെയ്യാൻ കഴിയുമോ? എങ്കിൽ അവർക്കുള്ളതാണ് എന്ത്? ആ നാളെ പരലോകത്തെ ആ തണുപ്പ്, തണല് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമതായിട്ട് പറഞ്ഞു, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാദത്ത് ഐനാ, അള്ളാഹിനെ ഓർത്ത് കരയുന്ന കണ്ണിന്റെ ഉടമക്ക്. അള്ളാഹിനെങ്ങനെ ഓർക്കുകയാണ് ഒറ്റക്കിരുന്ന്, ലൈവിലല്ല, ആരെങ്കിലും കാണയല്ല, സദസ് കെട്ടി സ്റ്റേജിൽ വെച്ചിട്ട് കരയുന്നതല്ല, മറിച്ച് ആരോരുമില്ലാത്ത സമയത്ത് ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത്, തൻ്റെ ഈ പരലോക ജീവിതത്തെ ഓർത്തിട്ട് അവിടേക്കുള്ള കാര്യങ്ങൾ ഓർത്ത് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കണ്ണിന്റെ ഉടമക്ക് അള്ളാഹു പ്രത്യേക തണലും കുളിരിട്ട് കൊടുക്കുന്ന ഒരു ഹദീസിൽ കണ്ടിട്ടുണ്ട്. അള്ളാഹിനെ ഓർത്ത കണ്ണിനെ നരക സ്പർശിക്കൂല, ഹറമ, അതിനെ നരകത്തിന് ഹറാമാക്കിയിട്ടുണ്ട് അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന കണ്ണുകൾക്ക് എന്നുള്ളത്. ഇതൊക്കെയാണ് നാളെ പരലോകത്തെ ചൂട് കുറക്കാനുള്ള മാർഗം, നാളെ പരലോകത്ത് ഒരു തണുപ്പ് കിട്ടാനുള്ള മാർഗം, ഒരു സുഖം കിട്ടാനുള്ള മാർഗം. ഇതൊക്കെയാണ്. ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, ഈ 7 വിഷയങ്ങളുണ്ടല്ലോ, ഈ 7 വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ, ഇന്നത്തെ കളക്ഷന് നമ്മുടെ ഹിഫ്ള് സ്കൂളിനുള്ളതാണ്. പരമാവധി സ്വീകരിക്കുകയും നമ്മിൽ വന്നിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ആ ചൂട് അത് കഠിനമായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഈ ചൂടിലും ഒരു ആശ്വാസം നീ നൽകണേ റബ്ബേ. അള്ളാഹുവെ, ഈ ചൂടിൽ എന്താണോ ഞങ്ങൾക്കൊരാശ്വാസം ലഭിക്കാനുള്ളത്, ആ ആശ്വാസം നീ നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, പണ്ഡിതന്മാർ, അള്ളാഹുവെ, അവരുടെ ഖബറുടെ നീ വിശാലമാക്കണ റബ്ബേ. അള്ളാഹുവെ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ നാടിനും മുസ്ലിം നാടുകൾക്കും അള്ളാഹുവെ നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.